ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് അന്നത്തെ കാലത്തിനനുസരിച്ച് എഴുതപ്പെട്ടതാണല്ലോ ആയുർവേദത്തിൻ്റെ ചികിത്സാ രീതികളൊക്കെ. ഇന്ന് കാലം മാറി ഒരുപാട് മുന്നോട്ട് പോയി. അപ്പം ഇന്നത്തെ കാലത്തിനനുസരിച്ച് അന്നത്തെ ചികിത്സാ രീതികൾ അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? മാറുന്ന ലോകത്തിന് മാറാത്ത കുറേ ഘടകങ്ങൾ എപ്പോഴും ഉണ്ട്. മനുഷ്യൻ ഭക്ഷണം കഴിക്കുന്ന രീതി മാറിയിട്ടില്ല, അവൻ്റെ ശോധനയുടെ രീതി മാറിയിട്ടില്ല. ശരീരം എന്ന് പറയുന്ന യാഥാർത്ഥ്യം ഈ കാലത്തിലൂടെയൊക്കെ മനുഷ്യൻ കടന്നു പോയപ്പോഴും, എല്ലാ പുരോഗമനത്തിലൂടെ കടന്നു പോയപ്പോഴും അത് അടിസ്ഥാനപരമായിട്ട് അങ്ങനെയാണ്. മനുഷ്യൻ്റെ മനസ്സും ശരീരവും അതിൻ്റെ ബേസിക് നേച്ചറുകളിൽ ഈ മാറ്റങ്ങളൊന്നും ബാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അസുഖത്തിൻ്റെ പേരറിയണമെന്നില്ല. മനുഷ്യൻ്റെ ശരീരത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങളെ ആയുർവേദം അതിൻ്റെ ലക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ തിരിച്ചറിയാനും ചികിത്സിക്കാനും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ രോഗങ്ങൾ വന്നോട്ടെ, പുതിയ പേരുകൾ വന്നോട്ടെ, അത് ആത്യന്തികമായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നത് മനുഷ്യൻ്റെ ശരീരത്തിലാണ്. ആ ശരീരത്തിൽ മാനിഫെസ്റ്റ് ചെയ്യാനുള്ള എല്ലാ പോസിബിലിറ്റികളും നമ്മുടെ പഴയ ആചാര്യന്മാർ പറഞ്ഞു വച്ചിട്ടുണ്ട്. അതിനെ കാണാനും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു നിലപാട് ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ടെടുക്കാനും വൈദ്യന് സാധിക്കും. അതുകൊണ്ട് ഒരിക്കലും ആയുർവേദത്തിന് ഈ ഒരു പഴമയുടെ പ്രശ്നം വരുന്നില്ല. അതുകൊണ്ട് തന്നെ അത് അതിപുരാതനമായിരിക്കെ തന്നെ നിത്യനൂതനമായിട്ട് എഫക്റ്റീവായിട്ട് പുതിയ കാലത്തിൻ്റെ ചലഞ്ചസിലെ പുതിയ രോഗങ്ങളെ നേരിടുന്നതിൽ സമർത്ഥമാണ്. എന്ന് മാത്രമല്ല, പുതിയ കാലത്തിന് വേണ്ടിയിട്ട് ആയുർവേദം സ്വയം നവീകരിക്കപ്പെട്ടിട്ടുണ്ട്. അത് ചില ആളുകൾക്കത് അക്സെപ്റ്റബിൾ അല്ലാണ്ട് വരാറുണ്ട്, പാരമ്പര്യവാദികൾക്ക്. പക്ഷേ മനുഷ്യനാണ് പ്രധാനം. ശാസ്ത്രത്തിൻ്റെ പിടിവാശികളെക്കാളേറെ മനുഷ്യൻ്റെ സൗകര്യവും അവൻ്റെ അസുഖം മാറ്റാനും അവന് വേണ്ട രീതിയിൽ, അവന് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ അവതരിപ്പിക്കുകയും ചെയ്യാന്നുള്ളത് പ്രധാനമാണ്. അപ്പം പുതിയ ഫോർമുലേഷൻസ് ക്യാപ്സൂളിൻ്റെ ഫോമിലും ടാബ്ലറ്റിൻ്റെ ഫോമിലും പാക്കിങ്ങിലും പ്രിസർവേഷനിലുമൊക്കെ ആധുനിക സങ്കേതങ്ങൾ മുഴുവനും ആയുർവേദം ഉപയോഗിക്കുന്നുണ്ട്.